ക്ലാസ് സ്റ്റുഡൻസ്, ഹലോ എവരിവൺ. എടാ, നമുക്ക് ദ കാസ്റ്റവേ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. സോ ദ കാസ്റ്റവേ എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ പബ്ലിക് എക്സാമിന്. സോ അതിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ചോദ്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമ്മൾ ഈ വീഡിയോയിലോട് കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. Nilakanta was quite shocked when he saw Kiran pulling out the missing inkstand from his box. He was upset that Kiran had found out his prank. His last hope of proving himself innocent failed miserably, and he decided to leave the house. Before leaving, he jotted down his feelings in his diary. Prepare the likely diary entry. എടാ, ഡയറി എൻട്രി നമ്മുടെ നീലകണ്ഠ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാന്റ് നമ്മൾ ആര് കാണുകയാണെടാ? കിരൺ കാണുകയാണ് അല്ലെ. അപ്പൊ കിരൺ കണ്ടതിന് ശേഷം നീലകണ്ഠ വീട് വിട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. സോ ആ ഒരു ദിവസം രാത്രി എന്തായിരിക്കും നമ്മുടെ നീലകണ്ഠ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയോ പ്രാവശ്യം ഈ സെയിം ഡയറി എൻട്രി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഒരു ഡയറി എൻട്രി നിങ്ങൾ എഴുതേണ്ടത്? നിങ്ങൾക്കറിയാം, ആദ്യം തന്നെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട് അല്ലെ. ഡേറ്റ് ആൻഡ് ഡേ എഴുതണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോ 7th ആണ് അല്ലെങ്കിൽ 8th ആണെങ്കിൽ 7th ഡേ എന്താ, ഇപ്പൊ വെറുതെ തേഴ്സ്ഡേ എന്ന് കൊടുക്കാം. തേഴ്സ്ഡേ ഡിസംബറിനോ ഏതാ മന്തെന്നോ കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആ ഒരു ഡേറ്റ് ആൻഡ് ഡേ ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ എങ്ങനെയാ, ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു. ഇപ്പൊ നല്ല അടിപൊളി ദിവസമാണെങ്കിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ. ഇനി ഒരുപാട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ആൻ ഇവന്റ്ഫുൾ ഡേ. അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ ഇറ്റ് വാസ് എൻ വേഴ്സ്റ്റ് ഡേ, അല്ലെങ്കിൽ ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലായിരിക്കണം നമ്മൾ ഡയറി എൻട്രി എഴുതേണ്ടത്. എന്താ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾ നീലകണ്ഠ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയറി എൻട്രി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഐ, മീ, മൈ, വി പോലെയുള്ള ഫസ്റ്റ് പേഴ്സൺ പ്രൊണൗൺസുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾ ആ ഒരു ക്യാരക്ടർ ആവാം, നിങ്ങൾ ആ ഒരു ക്യാരക്ടറായിട്ട് ആ ക്യാരക്ടർ എന്തൊക്കെയായിരിക്കോ ആ സമയത്ത് ചിന്തിക്കുക. അതാണ് നിങ്ങൾ ഡയറി എൻട്രിയിൽ എഴുതേണ്ടത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ദിവസം നടന്നത്, ദ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഹാപ്പൻ ദാറ്റ് ഡേ. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറിന്റെ മനസ്സിലൂടെ കടന്നു പോകാൻ ചാൻസ് ഉള്ള ഫീലിങ്സും തോട്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് ഭയങ്കര എക്സ്ക്ലമേറ്ററി ഫീലിംഗ് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്ലമേറ്ററി മാർക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സങ്കടം കാണിക്കാൻ ബ്രോക്കൺ സെന്റൻസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് നമ്മുടെ ഡയറി എൻട്രി ചെയ്യുന്ന സമയത്ത് ഐ എം ഗോയിങ് ടു ബെഡ്, അല്ലെങ്കിൽ ഐ റിയലി ഹോപ്പ് ടുമോറോ വിൽ ബി എ ബെറ്റർ ഡേ, അല്ലെങ്കിൽ ടുഡേ ഈസ് മൈ വേഴ്സ്റ്റ് ഡേ ആൻഡ് ഐ ഫീൽ സോ സാഡ്, അല്ലെങ്കിൽ ഐ ഫീൽ സോ ലോൺലി, ഐ എം ഗോയിങ് ടു സ്ലീപ്പ് എനിവേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡയറി എൻട്രി എൻഡ് ചെയ്യാൻ പറ്റും. സോ കൺക്ലൂഡ് വിത്ത് എ കമന്റ് അബൌട്ട് ദ ഡേ അല്ലെങ്കിൽ ഹോപ്പ് ഫോർ ടുമോറോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റെഡി? സോ നമ്മുടെ ആ ഒരു ഡയറി എൻട്രി നമുക്ക് നോക്കിയാലോ. 19 Friday February. I feel so hurt and alone, and I thought this house was my home, and Kiran Didi cared for me, but now she must also think I am a thief. ല്ലേ? അപ്പൊ എനിക്ക് വളരെ വിഷമമുണ്ട്. നീലകണ്ഠയ്ക്ക് ആ ഒരു സമയത്ത് വളരെ ഒറ്റപ്പെട്ടതുപോലെയും വളരെ ഹേർട്ട് ആയതുപോലെയൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക അല്ലെ. സോ ഐ ഫീൽ സോ ഹേർട്ട് ആൻഡ് അലോൺ അല്ലെ. എനിക്ക് വളരെ വേദന ഉണ്ട്, അല്ലെങ്കിൽ വളരെ മോശം തോന്നുന്നുണ്ട്, ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട്. ഐ തോട്ട് ദിസ് ഹൗസ് വാസ് മൈ ഹോം അല്ലെ. ഞാൻ വിചാരിച്ചത് ഈ വീട് എന്റെ സ്വന്തം വീട് പോലെയാണ്. ആൻഡ് കിരൺ ദീദി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി എല്ലാ കെയറും തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നൗ ഷീ മസ്റ്റ് ഓൾസോ തിങ്ക് ഐ ആം എ തീഫ്. പക്ഷെ ഇപ്പോ ഞാനൊരു കള്ളനാണ് എന്ന് കിരണും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, വിശ്വസിച്ചിട്ടുണ്ടാവും. ഐ നെവർ വാണ്ടഡ് സതീഷ് ഇൻസ്റ്റാന്റ്. എനിക്ക് സതീഷിന്റെ ഇൻസ്റ്റാന്റ് വേണ്ടായിരുന്നു. ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് സതീഷിന്റെ ഇൻസ്റ്റാന്റ് എന്ത് ചെയ്യുന്നത്, യെസ്, നമ്മുടെ നീലകണ്ഠ മോഷ്ടിക്കുന്നത് അല്ലെ. ഐ ഓൺലി ടുക്ക് ഇറ്റ് ബിക്കോസ് ഐ വാസ് ആംഗ്രി അറ്റ് ഹിം. ഞാൻ അത് എടുക്കാൻ കാരണം എന്താ, എനിക്ക് അവനോട് ഒരു ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. ഐ പ്ലാൻ ടു ത്രോ ഇറ്റ് അവേ, ബട്ട് നൗ കിരൺ ദീദി ഹാസ് ഫൗണ്ട് ഇറ്റ് ഇൻ മൈ ബോക്സ് അല്ലെ. ഞാനത് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവറിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷേ കിരൺ ദീദി എന്റെ ബോക്സിൽ നിന്നും
അത് കണ്ടെത്തി. ഷീ വിൽ നെവർ ബിലീവ് മീ നൗ. അല്ലെ, ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, കിരൺ ദീദി എന്നെ ബിലീവ് ചെയ്യില്ല, എന്നെ വിശ്വസിക്കില്ല. ഐ കനോട്ട് സ്റ്റേ ഹിയർ എനി മോർ. ശരത് ബാബു ആൻഡ് സതീഷ് നെവർ ലൈക്ക് മീ. ഓക്കെ, അപ്പൊ എനിക്ക് ഇനി ഇവിടെ ഇതിൽ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇനി ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല, ശരത്തിനും സതീഷിനും ഒന്നും എന്നെ ഇഷ്ടമല്ല. നൗ ഈവൻ കിരൺ ദീദി വിൽ നോട്ട് ട്രസ്റ്റ് മീ. അല്ലെ, അപ്പൊ ഇനി കിരൺ പോലും എന്ത് ചെയ്യില്ല, എന്നെ ട്രസ്റ്റ് ചെയ്യില്ല, എന്നെ വിശ്വസിക്കില്ല. ആൻഡ് ദേ വർ ഗോയിങ് ടു ലീവ് മീ ബിഹൈൻഡ് എനിവേ, സോ ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് ഐ ഗോ ഓൺ മൈ ഓൺ. അല്ലെ, അപ്പൊ എന്തായാലും അവർ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകാനാണ് തീരുമാനിച്ചത്. സോ ഞാൻ എന്റെ വഴി നോക്കി ഞാൻ തന്നെ ഇവിടുന്ന് മടങ്ങുന്നതാണ് നല്ലത്. ഐ വിൽ ടേക്ക് നത്തിങ് വിത്ത് മീ, only the memories of Kiran Didi's kindness, and she was the only one who cared for me. But now I am alone again, and goodbye Kiran Didi, I will miss you forever. അല്ലേ, അപ്പോൾ ഐ വിൽ ടേക്ക് നത്തിങ് വിത്ത് മീ. അല്ലേ, ഞാൻ ഒന്നും തന്നെ ഇവിടെ നിന്ന് എടുക്കുന്നില്ല, എനിക്ക് കിരൺ എനിക്ക് തന്ന ദയയും ആ ഒരു ഓർമ്മകളും മാത്രം മതി. ആൻഡ് അവർ മാത്രമാണ് എനിക്ക് വേണ്ടി കെയർ ചെയ്തത്, ഞാൻ എന്തായാലും അവരെ മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡയറി എൻട്രി അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. കിരണിന്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നീലകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാറുണ്ട് കേട്ടോ. സോ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഓക്കെ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അവരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ എഴുതണം. അല്ലെ, അപ്പൊ കിരണിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് കിരണല്ല, ഇതിപ്പോ ഞാനാണ്. അപ്പോൾ എന്റെ സ്വഭാവം എന്തൊക്കെയാ, നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാം, കൈൻഡ് ആണ്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ് എന്നൊക്കെ പറയില്ലേ, ഇതിനാണ് നമ്മൾ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയാം. ഇപ്പൊ കിരണിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്, സിമ്പത്തറ്റിക് ആണ്, ട്രസ്റ്റ് പീപ്പിൾ ഈസിലി, ഇതൊക്കെ അവരുടെ സ്വഭാവ സവിശേഷതകളാണ്. ആ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ബാക്ക് സ്റ്റോറി, ആ ക്യാരക്ടറിന് ഓൾറെഡി എന്തെങ്കിലും ബാക്ക് സ്റ്റോറി നടന്നിട്ടുണ്ട്, എന്തെങ്കിലും കഥകൾ, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ പണ്ട് ഇങ്ങനെയായിരുന്നു, പിന്നെ ഈ ഒരു ചേഞ്ചസ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഹൗ ദേ ചേഞ്ച് ഓർ ഇവോൾവ് ആൻഡ് ദെയർ ഇമ്പാക്ട് ദോസ് അറൗണ്ട് ദം. അല്ലെ, ആ ഒരു ക്യാരക്ടർ മറ്റ് ക്യാരക്ടേഴ്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഓക്കെ, അത് നമുക്ക് എഴുതാം. ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതാം. അല്ലെ, ഇപ്പൊ എന്റേത് പറയുകയാണെങ്കിൽ എന്താ ഇവിടെ പറയാം, വേറെ റെഡ് സാരി ആൻഡ് ബ്ലാക്ക് ഹെയർ ആണ്, അതുപോലെ സ്മോൾ ഐസ് ആണ്. ഇതുപോലെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയാം. നമ്മുടെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാം. അഡ്ജക്റ്റീവ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം, വളരെ ഷോർട്ട് ആയിരിക്കണം ആൻഡ് കൺസൈസ്, ക്ലിയർ ആയിരിക്കണം കേട്ടോ. എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ആൻഡ് ക്യാരക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ എന്ത് ചെയ്യരുതടാ, നിങ്ങൾ ആ ഒരു സ്റ്റോറിയിലെ സമ്മറി മൊത്തം എഴുതി വെക്കരുത്. ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം എങ്ങനെയാണോ, കാണാൻ എങ്ങനെയാണോ, അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി എങ്ങനെയാണോ, ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഇനി ക്യാരക്ടർ സ്കെച്ച്, ഇപ്പൊ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബാഡ് ക്യാരക്ടർ ആയാൽ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ജനറൽ ഫോമാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ക്യാരക്ടർ സ്കെച്ചിന്റെ ഒരു ജനറൽ ഫോമാറ്റ് മെസ്സേജ് ചെയ്യാം. ഒരു ഗുഡ് ക്യാരക്ടർ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ജനറൽ ഫോമാറ്റ്, അവിടെ ക്യാരക്ടർ നെയിമും ചാപ്റ്റർ നെയിമും മാത്രം ഫില്ല് ചെയ്താൽ മതിയോ, അങ്ങനത്തെ ഒരു അടിപൊളി ഫോമാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കിരണിന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് നോക്കാം. കിരൺ ഈസ് എ കൈൻഡ് ആൻഡ് കെയറിംഗ് വുമൺ. അല്ലെ, വളരെ കൈൻഡ് ആണ്, കെയറിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. എവ്രി വൺ ഇൻ ദ ഫാമിലി ലവ്സ് ഹർ ബിക്കോസ് ഷീ ഹാസ് എ വാം ആൻഡ് ഫ്രണ്ട്ലി നേച്ചർ. ഫാമിലിയിലെ എല്ലാവർക്കും തന്നെ നമ്മുടെ കിരണിന് ഇഷ്ടമാണ്, കാരണം കിരൺ എന്താണ്, വളരെ ഒരു കെയറിംഗ് നേച്ചർ ആയിരുന്നു, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് കെയർ ചെയ്യുന്ന ഒരു നേച്ചർ ആയിരുന്നു കിരൺ ഉണ്ടായിരുന്നത്. ഷീ വാസ് സിക്ക് ആൻഡ് ഹെർ ഫാമിലി വാണ്ടഡ് ഹെർ ടു റെസ്റ്റ് ആൻഡ് റിക്കവർ ബട്ട് ഷീ ഡിഡ് നോട്ട് ലൈക്ക് സിറ്റിംഗ് ആയിട്ട്. ഓക്കെ, സോ അവർ സിക്കായിരുന്നു, അസുഖം ബാധിച്ച് കിടക്കായിരുന്നു. അപ്പൊ അവരുടെ ഫാമിലിക്ക് ആ ഒരു അസുഖത്തിൽ നിന്നും അവളെ റിക്കവർ ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു, അതിനാണ് അവർ മാറിയൊക്കെ താമസിച്ചത്. അല്ലെ, when Neelakantha the orphan boy was found after the storm, Kiran showed him kindness and she gave him food, clothes and a place to stay. അപ്പോൾ നീലകണ്ഠ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫൺ ബോയ്, അനാഥനായിട്ടുള്ളൊരു ചെക്കൻ, സ്റ്റോം കാരണം, കൊടുങ്കാറ്റ് കാരണം അവിടെ നിന്ന് തീരത്ത് വന്ന് ചേർന്നതാണ്. സോ നീലകണ്ഠ ഒരു ഓഫൺ ബോയ് ആണ്. സോ അവനെ കണ്ടപ്പോൾ കിരൺ എന്ത് ചെയ്യുന്നുണ്ട്, അവനോട് എല്ലാവിധ കൈൻഡ്നസ്സും കാണിക്കുന്നുണ്ട്, അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്, ക്ലോത്ത്സ് കൊടുക്കുന്നുണ്ട്, താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നുണ്ട്. She treated him like a younger brother and always protected him, and even when others in the family wanted him to leave. അല്ലെ, അപ്പോൾ ഒരു അനിയനെ പോലെ ആയിരുന്നു നമ്മുടെ നീലകണ്ഠനെ ആര് കണ്ടിട്ടുണ്ടായിരുന്നത്, നമ്മുടെ കിരൺ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലിയിലെ ബാക്കി എല്ലാവരും അവനെതിരെ നിന്നപ്പോൾ അവനെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ച് നിന്ന ഒരാളായിരുന്നു കിരൺ. ആൻഡ് കിരൺ എൻജോയ്ഡ് ഫൺ ആൻഡ് ലാഫ്റ്റർ
തമാശകളും പൊട്ടിച്ചിരികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു കിരൺ. ആൻഡ് ഷീ ലവ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഹെർ ബ്രദർ ഇൻ ലോ സതീഷ്, പ്ലേയിങ് ജോക്സ് ആൻഡ് ഹാവിങ് എ ഗുഡ് ടൈം അല്ലെ. അപ്പൊ അവരുടെ ബ്രദർ ഇൻ ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അളിയൻ എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ അല്ലെ. അപ്പൊ ഹസ്ബൻഡിന്റെ ബ്രദർ, ഓക്കെ. സോ ഹസ്ബൻഡിന്റെ ബ്രദർ ആയിട്ടുള്ള സതീഷിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും കളിച്ച് ചിരിച്ച് രസിച്ചിരിക്കുന്നതും ഒക്കെ ആർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ബട്ട് ഷീ ഡിഡ് നോട്ട് റിയലൈസ് ദാറ്റ് ദിസ് മെയ്ഡ് നീലകണ്ഠ ഫീൽ ലോൺലി ആൻഡ് ഇഗ്നോർഡ്. ഓക്കെ, പക്ഷെ അവള് അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കിരൺ ഈ സതീഷുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നീലകണ്ഠയ്ക്ക് ഒറ്റപ്പെട്ടതുപോലെയൊക്കെ അല്ലെങ്കിൽ ഇഗ്നോർഡ് ആയതുപോലെ, ഇഗ്നോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവഗണിക്കുന്നത് പോലെ, അവനെ മൈൻഡ് ആക്കാത്തത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ് ഷീ ഹാഡ് എ സോഫ്റ്റ് ഹാർട്ട് ആൻഡ് ട്രസ്റ്റഡ് പീപ്പിൾ ഈസിലി. സോഫ്റ്റ് ഹാർട്ടാണ്, ആൾക്കാരെയൊക്കെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. ആൻഡ് ഈവൻ വെൻ നീലകണ്ഠ വാസ് അക്യൂസ്ഡ് ഓഫ് സ്റ്റീലിംഗ് ഷീ ഡിഫെൻഡഡ് ഹിം. ആൻഡ് ബട്ട് വെൻ ഷീ ഫൗണ്ട് ദ സ്റ്റോളൻ ഇൻസ്റ്റാൻഡ് ഇൻ ഹിസ് ബോക്സ് ഷീ വാസ് ഷോക്ക്ഡ് ആൻഡ് സാഡ്. അല്ലെ, അപ്പൊ നീലകണ്ഠയാണ് ഈ ഒരു ഇൻസ്റ്റാൻഡ് എടുത്തത് എന്ന് മറ്റുള്ളവരെല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് നിന്ന ആളാണ് ആര്, നമ്മുടെ കിരൺ. ആൻഡ് ബട്ട് വെൻ ഷീ ഫൗണ്ട് ദ സ്റ്റോളൻ ഇൻസ്റ്റാൻഡ് ഇൻ ഹിസ് ബോക്സ്, അപ്പൊ അവന്റെ ബോക്സിൽ ആ ഒരു സ്റ്റോളൻ ഇൻസ്റ്റാൻഡ് കണ്ടപ്പോൾ അവളുടെ ഹൃദയം തകർന്നു പോയിട്ടുണ്ടാവും, ലൈക് ഷോക്ക് ആയിപ്പോയി, സാഡ് ആയിപ്പോയി. ഓക്കെ, ഇൻ ദ എൻഡ് കിരൺ സ്റ്റിൽ കെയർഡ് ഫോർ നീലകണ്ഠ. ഷീ പ്ലേസ്ഡ് ഗിഫ്റ്റ്സ് ഇൻ ഹിസ് ബോക്സ് ആൻഡ് ത്രൂ ദ ഇൻസ്റ്റാൻഡ് ഇൻ ടു ദ റിവർ, ഷോയിങ് ദാറ്റ് ഷീ forgave him. And this proves that Kiran was loving, kind and full of sympathy for others. പക്ഷെ ഇവനാണ് അല്ലെങ്കിൽ നീലകണ്ഠയാണ് ആ ഒരു ഇൻസ്റ്റാൻഡ് എടുത്തതെന്ന് മനസ്സിലാക്കിയിട്ടും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരോടെങ്കിലും പറയുന്നുണ്ടോ? അത് ഇല്ല. അവൾ വീണ്ടും ആ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഷീ പ്ലേസ് ഗിഫ്റ്റ്സ് ഇൻ ഹിസ് ബോക്സ് ആൻഡ് ത്രൂ ദ ഇൻസ്റ്റാൻഡ് ഇൻ ടു ദ റിവർ. അല്ലെ, ആ ഒരു ഇൻസ്റ്റാൻഡും ബാക്കി സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അവള് ആ ഒരു റിവറിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വീട്ടിൽ ആരെയും തന്നെ അറിയിക്കുന്നില്ല. സോ ഇതെന്താണ് കാണിക്കുന്നത്? യെസ്, കിരൺ മറ്റുള്ളവരോട് വളരെ സിമ്പത്തറ്റിക് ആണെന്നും മറ്റുള്ളവരോട് ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണെന്നൊക്കെയാണ് കാണിക്കുന്നത്. റെഡി? സോ അങ്ങനെയാണെങ്കിൽ നീലകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നീലകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ച് കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. നീലകണ്ഠ ഈസ് എ യങ് ബോയ് ഹു അപ്പിയേഴ്സ് ഇന്നസെന്റ് അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് ബട്ട് ഹിസ് ആക്ഷൻസ് റിവീൽസ് എ കോംപ്ലെക്സ് മിക്സ് ഓഫ് ഇമോഷൻസ്. ഓക്കെ, നീലകണ്ഠനെ തുടക്കത്തിൽ കാണുമ്പോൾ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അയ്യോ പാവം എന്ന് തോന്നുന്ന ഒരാളാണ് നീലകണ്ഠ അല്ലെ. പക്ഷെ പിന്നീട് അവന്റെ സ്വഭാവവും കുരുത്തക്കേടൊക്കെ കാണുമ്പോഴാണ് പല പല മിക്സ് ഓഫ് ഇമോഷൻ ആണ്. കുരുത്തം കെട്ട ചെക്കനാണ്, പാവം തോന്നുന്നുണ്ട്, അതുപോലെ ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആണ് റീഡേഴ്സിന് കിട്ടുന്നത്. അപ്പൊ പല പല ക്യാരക്ടർ ഉള്ള ഒരാളാണ് ആര്, നീലകണ്ഠ. He is around 14 but seems older due to his behavior. Okay, ഏകദേശം 14 വയസ്സുണ്ടാവും, പക്ഷെ അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരു 10-17 വയസ്സ് പോലെ ഉണ്ട്. എന്നുവെച്ചാൽ ചെറിയ ആൾക്കാരെ കയ്യിലിരിപ്പൊന്നല്ല ചെക്കനുള്ളത്. Okay, he is a survivor having made it through a dangerous storm that destroyed his boat. ലെ, അപ്പോൾ ഒരു ഡേഞ്ചറസ് സ്റ്റോമിൽ നിന്നും അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിൽ നിന്നും കപ്പൽ തകർക്കപ്പെട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന ഒരാളാണ് നമ്മുടെ നീലകണ്ഠ. ആൻഡ് he was brought to the family by Kiran who took him in and treated him with kindness. അങ്ങനെ കിരൺ നീലകണ്ഠനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് അവന് വേണ്ട കെയറിംഗ് ഒക്കെ കൊടുക്കുകയാണ്. ആൻഡ് നീലകണ്ഠ enjoyed the attention and comfort he received from her, but he also felt the weight of being dependent on others. And as time passed, Neelakantha began to struggle with his feelings of inadequacy and he wanted to be accepted, but his behavior caused tension in the household. Okay, അപ്പോൾ നീലകണ്ഠ ഈ ഒരു കംഫർട്ടും കിരണിൽ നിന്നുള്ള സ്നേഹമൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകും തോറും എന്തായി, സതീഷ് ഒക്കെ വന്നതിന് ശേഷം അവൻ കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലെ. അവന് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു, ഹേർട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, he became involved in mischievous acts, damaging things and upsetting people, especially Sharath and his brother Sadish. Okay, അപ്പോൾ അവൻ മിസ്റ്റീവിയസ് ആയിട്ടുള്ള കുരുത്തക്കേടുകൾ ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കാനും മറ്റുള്ള ആൾക്കാരോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാനും തുടങ്ങി, പ്രത്യേകിച്ച് ശരത്തിനോടും ശരത്തിന്റെ ബ്രദർ ആയിട്ടുള്ള സതീഷിനോടും. And despite Kiran's care, Neelakantha started to change and he became frustrated, angry and even violent at times. അങ്ങനെ പതിയെ നീലകണ്ഠയുടെ ക്യാരക്ടറിൽ തന്നെ വലിയ ചേഞ്ച് ഉണ്ടാവുകയാണ്. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും, ഭയങ്കര ആംഗ്രി, ദേഷ്യം തോന്നും, ഒരു ഇറിറ്റേഷൻ തോന്നും. ആൻഡ് ചില സമയത്ത് വളരെ വയലന്റ് ആയിട്ട് അല്ലെ. ഓക്കെ, വയലന്റ് ആയിട്ടാണ് ആര് ബിഹേവ് ചെയ്യാറുള്ളത്, നീലകണ്ഠ. അപ്പൊ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട് നമ്മുടെ നീലകണ്ഠയ്ക്ക് കേട്ടോ. സോ ഹി sought revenge against Sadish by stealing his inkstand, hoping to strike back at the family that had once shown him love. ലെ, അപ്പൊ സതീഷിന്റെ ഇൻസ്റ്റാൻഡ് മോഷ്ടിക്കുന്നത് ആരാണ്, നീലകണ്ഠയാണ്. സതീഷിനെതിരെ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. When Kiran discovered that he had taken the inkstand, Neelakantha's guilt and shame overwhelmed him.
His hopes of proving his innocence were shattered, and he realized that the kindness he once received from Kiran could never erase his wrongdoings. അങ്ങനെ കിരൺ ആ ഒരു ഇൻസ്റ്റാന്റ് കണ്ടെത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് ഗിൽട്ട്, അവന് കുറ്റബോധവും നാണക്കേടും ഒക്കെ തോന്നുകയാണ്. അങ്ങനെ ഒരിക്കലും അവന്റെ ഇന്നസെൻസ് അവന് തെളിയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യാണ്, അവന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവിടെ നിന്നും പോകാൻ വേണ്ടി തയ്യാറാവാണ്. നീലകണ്ഠാസ് ക്യാരക്ടർ ഈസ് ഷേപ്ഡ് ബൈ ഹിസ് ഇന്നർ ടെർമോയിൽ, ഹിസ് ഡീപ് നീഡ് ഫോർ ലവ് ആൻഡ് ഹിസ് സ്ട്രഗിൾ ടു ഫിറ്റ് ഇറ്റ്. അല്ലെ, അപ്പൊ അവൻ ഒരുപാട് കഷ്ടപ്പാടുകൾ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ്, ആരും തന്നെ ഇല്ലാത്ത കുട്ടിയാണ്. ആ ഒരു തിയേറ്റർ ട്രൂപ്പിൽ നിന്നും ഒരുപാട് ഒരു സ്ലേവ് ആയിരുന്നു, ഒരു തിയേറ്റർ സ്ലേവ് ആയിരുന്നു അല്ലെ. അപ്പൊ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. സോ അവന്റെ മാനസിക ആ ഒരു സമ്മർദ്ദവും അല്ലെങ്കിൽ സ്നേഹം കൊതിക്കുന്ന ആ ഒരു മനസ്സും അതുപോലെ തന്നെ അതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് ഫിറ്റ് ആവാൻ വേണ്ടി അവൻ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളും ഒക്കെയാണ് അവന്റെ ഈ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. Despite the opportunities given to him, he made choices that led to his downfall, leaving him isolated and heartbroken. Ultimately, Neelakantha is a tragic figure torn between his desires and consequences of his action. അല്ലെ, അപ്പോൾ സത്യം പറഞ്ഞാൽ നീലകണ്ഠ ഒരു ട്രാജിക് ഫിഗർ ആണ്. അപ്പൊ നമ്മുടെ ഷേക്സ്പിയറിന്റെ കഥകളിൽ നമ്മൾ പറയാറുണ്ട് ട്രാജിക് ഹീറോ എന്നൊക്കെ. സോ എന്ത് ചെയ്താലും അവസാനം ദുരന്തമായിട്ട് മാറുക അല്ലെ. സോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ നീലകണ്ഠ. അപ്പൊ അവന്റെ ആഗ്രഹങ്ങളും അവൻ ചെയ്യുന്ന ആക്ഷനുകൾക്കും ഇടയിൽ പെട്ടുപോയിട്ടുള്ള ഒരു ട്രാജിക് ഹീറോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നീലകണ്ഠനെ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ അതാണ് നീലകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ച്. ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നറേറ്റീവ് എന്നുള്ളത്. അപ്പൊ നീലകണ്ഠയുടെ ആ ഒരു ഇമോഷണൽ ജേർണി നമ്മൾ ഈ ഒരു സ്റ്റോറിയിലൂടെ മനസ്സിലാക്കി അല്ലേ. സോ പ്രിപ്പയർ എ ബ്രീഫ് നറേറ്റീവ് ഓൺ ദ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസസ് ഓഫ് നീലകണ്ഠ ഇൻ യുവർ വേർഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളുടെ വാക്കില് എന്ത് ചെയ്യാനാണ് നീലകണ്ഠയുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറീനെ നീലകണ്ഠയ്ക്ക് എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് അല്ലെങ്കിൽ നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് അല്ലെ. സ്റ്റോറി ടെല്ലിംഗ് ആണ് നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കഥ പറയാം. അപ്പൊ അതിന് ഹെഡിങ് വേണം നിർബന്ധമില്ല, കാരണം നമ്മൾ ഒരാളോട് പറയുന്ന പോലെ ആവാം. ഹെഡിങ് ഈസ് നോട്ട് നെസസറി. ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് ഇറ്റ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നറേഷൻ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആൻഡ് ഏത് ഭാഗമാണ് നമ്മളോട് നറേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഏത് പാർട്ടാണ് നറേറ്റ് ചെയ്യാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാം. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നീലകണ്ഠനെ പറ്റിയിട്ടാണ് അല്ലെ. അപ്പൊ നീലകണ്ഠയുടെ ആ ഇമോഷണൽ ജേർണിയാണ്. സോ നീലകണ്ഠനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നറേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്. ഇവിടെ നമ്മൾ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യേണ്ടത്, തേർഡ് പേഴ്സൺ ആണ്. കാരണം നമ്മുടെ വേർഡ്സിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കഥ നറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തേർഡ് പേഴ്സൺ ലാംഗ്വേജ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ദ സെറ്റിംഗ്, സീക്വൻസ് ഓഫ് ദ ഇവന്റ്സ്. കറക്റ്റ് ഓർഡറിൽ വേണം ആ ഒരു സീക്വൻസ് ഒക്കെ അല്ലെങ്കിൽ സ്റ്റോറിയിൽ നടന്നിട്ടുള്ള കഥയൊക്കെ കറക്റ്റ് ഓർഡറിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ബിഗിനിങ് മിഡിൽ എൻഡ് വേണം പ്രോപ്പർ ആയിട്ട്. നോ നീഡ് ഫോർ ഒപ്പീനിയൻസ് ആൻഡ് അവോയ്ഡ് അൺനെസസറി എക്സ്പ്ലനേഷൻ. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി നടന്ന ഒരു കഥയാണ് അല്ലെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഥയിൽ നീലകണ്ഠയുടെ ആ ജേണി പഠിച്ചതാണ്, അതന്നെയാണ് ആ ഒരു ഓർഡറിൽ നമ്മൾ നറേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഒപ്പീനിയൻസ് ഒന്നും എന്ത് ചെയ്യണ്ട, അവിടെ പുട്ടിന് തേങ്ങ പോലെ ഇടേണ്ട ആവശ്യമില്ല. യൂസ് figurative language. Okay, so എങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു നറേഷൻ നോക്കിയാലോ. The unforgettable journey of Neelakantha. Neelakantha was a young boy who worked in a theatre group. One day a terrible storm hit and his boat sank in the river. He was lucky to survive and ended up at Kiran's house. അല്ലെ, അപ്പൊ നീലകണ്ഠ ഒരു യങ് ബോയ് ആണ്, ഒരു തിയേറ്റർ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം വലിയൊരു സ്റ്റോം വന്നിട്ട് അവന്റെ ബോട്ട് നദിയിൽ മുങ്ങിപ്പോയി. അവസാനം എവിടെ എത്താണ്, എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് അതിജീവിച്ച് കിരണിന്റെ വീടിന്റെ മുന്നിൽ എത്താണ്. Kiran was a kind-hearted lady. She took pity on Neelakantha and gave him food, clothes and place to stay. അല്ലെ, അപ്പൊ കിരൺ വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ദയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, നീലകണ്ഠയ്ക്ക് ഫുഡ് കൊടുത്തു, ക്ലോത്ത്സ് കൊടുത്തു, നിൽക്കാൻ സ്ഥലം കൊടുത്തു. She treated him like a younger brother and allowed him to live freely. അല്ലെ, ഒരു അനിയനെ പോലെ അവൻ എന്ത് ചെയ്തു, കെയർ ചെയ്തു. നീലകണ്ഠ വാസ് വെരി ഹാപ്പി ആൻഡ് ഫെൽ സേഫ് വിത്ത് കിരൺ. നീലകണ്ഠയ്ക്ക് കിരണിന്റെ കൂടെ ഇരിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹി ഫെൽ സേഫ്, അവന് ഭയങ്കര സേഫ് ഫീലിംഗ് ആയിരുന്നു. ബട്ട് സൂൺ ഹി മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സം നോട്ടി ബോയ്സ് ആൻഡ് ഗോട്ട് ഇൻ ടു ബാഡ് കമ്പനി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു നാട്ടിലുള്ള നെയ്ബേഴ്സ് ഒക്കെ ആയിട്ട്, അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ബാഡ് കമ്പനിയിൽ പെട്ടു. കുറെ കുസൃതിത്തരം നോട്ടി ബോയ്സിന്റെ കൂടെ കമ്പനിയിലായിട്ട് എന്തായി, യെസ്, ഫുൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഹി ഓൾസോ പ്ലേഡ് വിത്ത് എ പെറ്റ് ഡോഗ്. അവനൊരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് മേക്കിംഗ് എ മെസ് എവറിവർ. അതിനെ കൂടെ കളിച്ച് അവിടെ മൊത്തം അലങ്കോലാക്കി ആകെ സീൻ കോൺട്രാക്കലാണ് ആളപരിപാടി. ആൻഡ് ശരത്, കിരൺസ് ഹസ്ബൻഡ്, ഡിഡ് നോട്ട് ലൈക്ക് ഹിം ആൻഡ് വാണ്ടഡ് ഹിം ടു ലീവ്. അല്ലെ, അപ്പൊ ശരത്തിന്, കിരണിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ശരത്തിന് നമ്മുടെ നീലകണ്ഠനെ ഇഷ്ടമല്ലായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞേക്കണം എന്നായിരുന്നു.
After some time, Kiran became busy with her brother-in-law Sadish. She spent less time with Neelakanta and he felt sad and ignored. അങ്ങനെ സതീഷിന്റെ ശരത്തിന്റെ ബ്രദർ ആയിട്ടുള്ള സതീഷ് വരാണ്. അങ്ങനെ കൂടുതൽ സമയം കിരൺ ബ്രദർ-ഇൻ-ലോന്റെ കൂടെ ചെലവഴിക്കുകയാണ്. അപ്പൊ നമ്മുടെ നീലകണ്ഠയ്ക്ക് എന്താവും? വിഷമാവും ആൻഡ് തന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും മൈൻഡ് ആക്കുന്നില്ല എന്നൊക്കെയുള്ള ഫീലിങ്സ് ആവും. ആൻഡ് ഹി തോട്ട് സതീഷ് ഹാഡ് ടേക്കൺ ഹിസ് പ്ലേസ്. ഔട്ട് ഓഫ് ഹാങ്കർ നീലകണ്ഠ സ്റ്റോൾ സതീഷ് ഫേവറേറ്റ് ഇൻസ്റ്റാന്റ് പ്ലാനിങ് ടു ത്രോ ഇറ്റ് അവേ. അല്ലെ, അപ്പൊ സതീഷിനോട് അവന് റിവഞ്ചായി, ദേഷ്യമായി. അങ്ങനെ ആ ഒരു റിവെഞ്ചിന്റെ പേരിൽ എന്ത് ചെയ്തു? സതീഷിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാന്റ് നമ്മുടെ നമ്മുടെ നീലകണ്ഠൻ മോഷ്ടിച്ച് അത് റിവറിലേക്ക് എറിയാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. ബട്ട് ബിഫോർ ഹി കുഡ് ഡു ഇറ്റ് കിരൺ ഫൗണ്ട് ഇറ്റ് ഇൻ ഹിസ് ബോക്സ്. അല്ലെ, പക്ഷെ അത് അവൻ ഒഴിവാക്കുന്നതിന് മുന്നേ തന്നെ കിരൺ എന്ത് ചെയ്തു? ആ ബോക്സിൽ ആ ഒരു ഇൻസ്റ്റാന്റ് കണ്ടെത്തി. ഷി വാസ് ഷോക്ക്ഡ് ആൻഡ് ഡിസപ്പോയിന്റഡ്. നീലകണ്ഠ വാസ് ഹാർട്ട് ബ്രോക്കൺ ബിക്കോസ് നൗ കിരൺ വുഡ് നെവർ ബിലീവ് ഹി വാസ് നോട്ട് എ തീഫ്. അല്ലെ, അപ്പൊ കിരൺ അത് കണ്ട് ഷോക്കായി, ആകെ ഡിസപ്പോയിന്റഡ് ആയി, നിരാശയായി. അപ്പൊ നീലകണ്ഠയ്ക്കും എന്തായി? ഇത് കിരൺ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹൃദയം തകർന്ന പോലെയായി. ഇനി അവൻ ഒരിക്കലും ഒരു കള്ളനല്ല എന്നുള്ളത് അവൾ വിശ്വസിക്കില്ല എന്നുള്ളത് അവൻ ഉറപ്പായി. ഫീലിംഗ് ashamed and unwanted, Neelakantha left the house. He had nowhere to go and his journey ended with him alone on the streets once again. അല്ലെ, അങ്ങനെ നാണക്കേട്, ഫീലിംഗ് ashamed, നാണക്കേട് തോന്നി, ആർക്കും തന്നെ വേണ്ടല്ലോ എന്ന് തോന്നി. നീലകണ്ഠൻ എന്ത് ചെയ്യും? ആ ഒരു വീട് വിട്ടു പോകും. ആൻഡ് അവന് പോവാൻ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ, വേറെ ഓഫൺ അല്ല. അങ്ങനെ വീണ്ടും തെരുവുകളിലേക്ക് ഇറക്കപ്പെടുകയാണ്. ഒരു ട്രാജിക് ഹീറോ ആയിട്ട് വീണ്ടും ആര് മാറുകയാണ്? നീലകണ്ഠൻ മാറുകയാണ്. സോ ഇങ്ങനെയാണ് ആ ഒരു നറേഷൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ, ദ കാസ്റ്റവേ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിലോട് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈവിന്റെ കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ എജുബോർഡ് ഫാമിലിയിൽ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ എന്തുണ്ട്? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വാട്സാപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് അതുപോലെ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ആപ്പ് ബാച്ചിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. എജുപോർട്ട് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എല്ലാ കാര്യങ്ങളും PYQും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അത് മറക്കണ്ട. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്യാരക്ടർ സ്കെച്ചിന്റെ ആ ഒരു ജനറൽ ഫോമാറ്റ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ എങ്ങനെ ഉണ്ടെന്നും കൂടി കമന്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ, സീ യു ഓൾ.